എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, നടൻ വിജയ് ഒരു ഇഫ്താർ വിരുന്ന് ചെന്നൈയിൽ ഒരുക്കുന്നു. ആ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടൊരു നോമ്പ് കാലത്ത് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ അയാൾ നോമ്പ് നോക്കുക എന്നുള്ളത് ആ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചിട്ട് അയാളൊരു മുസ്ലിം ആണെങ്കിൽ നിർബന്ധമായിട്ട് നോമ്പ് നോക്കണം. അയാളൊരു മുസ്ലിം അല്ല എങ്കിൽ, അയാളൊരു ഇസ്ലാം മത വിശ്വാസി അല്ല എങ്കിൽ അയാളൊരു നോമ്പ് നോക്കി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അല്ല, എത്രയോ ആളുകൾ ഈ റംസാൻ കാലത്ത് നോമ്പ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വിജയ് ചെയ്തിട്ടുള്ളത്? വിജയ് ചെന്നൈയിൽ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ആ സമയത്ത് നോമ്പെടുത്തു. മുസ്ലിങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള ഒരു വസ്ത്രം ധരിച്ചു. ആ വസ്ത്രം ധരിച്ച് ചെന്നൈയിലെ പരിപാടിയിൽ വന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം നിസ്കാരത്തിൻ്റെ ഭാഗം അടക്കമായി മാറി. പക്ഷേ ഇങ്ങനെ നിസ്കരിച്ചത് കൊണ്ടോ ഇങ്ങനെ ചെയ്തത് കൊണ്ടോ ഒരിക്കലും വിജയ് മുസ്ലിം ആകുന്നില്ല എന്നുള്ളതാണ് ഈ സംഘികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഫാക്ട്. കാരണം വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷമാണ് നടൻ വിജയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, എന്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് കടന്നു പോകുന്നുള്ളത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ നടൻ വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കൽ പരിപാടി? ഇത് ഇവിടെ മാത്രമുള്ള കാര്യമാണോ? തെലങ്കാനയിലെ പവൻ കല്യാൺ അടങ്ങുന്ന എല്ലാ പ്രമുഖ താരങ്ങളും ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാറില്ലേ? NTR സംഘടിപ്പിക്കാറില്ലേ? അതുപോലെ തന്നെ പല പ്രമുഖർ, ജൂനിയർ NTR ഒക്കെ പലപ്പോഴും ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു 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 മതമൈത്രിയുടെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. അമ്പലങ്ങളുടെ പരിപാടികളിലേക്ക് അതിഥിയായി പോവുക, അതുപോലെ തന്നെ മറ്റുള്ള ആഘോഷങ്ങളുടെ ഭാഗങ്ങളിൽ അവിടെ പോയി പങ്കെടുക്കുക എന്നൊക്കെ ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ ഇവിടെ എന്താ ഇവരുടെ വിഷയം എന്ന് പറയുന്നത്? നടൻ വിജയ് ഈ പറയുന്നത് പോലെ ഒരു ഇഫ്താർ പരിപാടി സംഘടിപ്പിച്ചു. അതിനാൽ വിജയ് മുസ്ലിമായി തീർന്നു, ഇസ്ലാം മതത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളത് എത്ര അപകടകരമായ ഒരു ചിന്താഗതിയാണ് ഇത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് എത്രയോ കാലങ്ങളായിട്ട് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചുകൊണ്ടുള്ള തമിഴ് സിനിമയിലെ ഒരു താരമാണ്. നമുക്കൊരു വീഡിയോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടി. അതിനെ വിദ്വേഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളോട് എനിക്ക് പുച്ഛം എന്ന് മാത്രമേ പറയാനുള്ളൂ. அண்ணன் வந்தது நம்மளுடைய உணர்வை புரிஞ்சுதான் வந்திருக்காங்க. தயவு செஞ்சு யாரும் எந்திரிச்சு வர வேண்டாம், அவங்கவுங்க இடத்துல உட்காருங்க. யாரும் எந்திரிச்சு வர வேண்டாம், அவங்கவுங்க இடத்துல உட்காருங்க. பேரிகேட்ஸ் தயவு செஞ்சு உட்காருங்க. சீட் உட்காருங்க, அவசரப்படாதீங்க, உட்காருங்க. செக்யூரிட்டி